നമസ്കാരം. കേരള ടൈംസ് സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. CLCയുടെ ചരിത്ര വഴിയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച മുൻകാല അമരക്കാർ ഒന്നിച്ച സുദിനം. CLC ദേശീയ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരുടെ അപൂർവ സംഗമം സർവ്വിയം ഇദം പ്രഥമമായി ചാലക്കുടിയിൽ അരങ്ങേറി. പ്രാർത്ഥനാഭരിതവും ആവേശകരവുമായ ഓർമ്മപ്പെടുത്തലായി മാറി സർവ്വിയം. സംഘടനയുടെ വളർച്ചയിൽ കരുത്തു പകർന്ന നേതാക്കൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും തന്നെ താനാക്കിയ പ്രസ്ഥാനത്തെ ഓർത്ത് വണങ്ങാനും ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകാനുമാണ് ഒത്തുചേർന്നത്. ഞാൻ സേവനം ചെയ്യും എന്നർത്ഥം വരുന്ന സർവ്വിയം എന്ന ലാറ്റിൻ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് നൂറ്റാണ്ടുകാലത്തെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒത്തുകൂടിയത്. 1970കളിൽ സംഘടനയെ നയിച്ചവർ തങ്ങളുടെ പ്രവർത്തന കാലത്തെ വെല്ലുവിളികളും നേട്ടങ്ങളും പുതിയ തലമുറയ്ക്കായി പങ്കുവച്ചു. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി CLC ചെയ്ത നന്മകളെയും വരും നാളുകളിൽ ഏറ്റെടുക്കേണ്ട സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ച് സംഗമത്തിൽ ആഴമേറിയ ചർച്ചകൾ നടന്നു. രാവിലെ 10:30 പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ചരിത്ര പ്രസിദ്ധമായ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ ഒത്തുകൂടിയപ്പോൾ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന CLCയുടെ മുദ്രാവാക്യത്തിന് അർത്ഥവും വ്യാപ്തിയും കൂടുകയായിരുന്നു. 10:50 പങ്കെടുക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡേവിസ് കൊച്ചുവീട്ടിൽ 1970കളിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് CLCയുടെ മുദ്ര ആലേഖനം ചെയ്ത നീലയും വെള്ളയും കലർന്ന പതാക ഉയർത്തി. തുടർന്ന് ചാലക്കുടിയിലെ സുപ്രസിദ്ധ ഗായകനും സിനിമ പിന്നണി ഗായിക ചിത്രയുടെ ടീമിൽപ്പെട്ട മനീഷ് പനക്കൽ മനോഹരമായ ക്രിസ്തീയ ഭജൻ ആലപിച്ചു. CLCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ലീന ബാബു CLC പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. യഥാർത്ഥത്തിൽ സഭയുടെ ഉപസ്ഥാപകനെ പോലെ ആദിമ സഭയിൽ പ്രവർത്തിച്ച വിശുദ്ധ പൗലോസിനെ പോലെ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന പ്രാർത്ഥന CLC ഒരു പ്രസ്ഥാനമല്ല, ഒരു ജീവിത രീതിയാണെന്ന് ലോകത്തോട് ഏറ്റുപറഞ്ഞു. യഥാർത്ഥ CLC പ്രവർത്തകരുടെ കണ്ണും കാതും കയ്യും കാലും ഹൃദയവും യേശുവിൻ്റെ കണ്ണും കാതും കയ്യും കാലും ഹൃദയവുമാണെന്ന് ഏറ്റുപറഞ്ഞ പ്രാർത്ഥന കത്തോലിക്ക സഭയിലെ മനോഹരവും അർത്ഥവത്തായതുമായ പ്രാർത്ഥനയാണെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ CLC എക്കാലവും സഭയുടെ ചാലക ശക്തിയാണെന്ന് എടുത്തു പറഞ്ഞു. ഒരു വാചകമുണ്ട്, അത് ഒരു സർവ്വയാണെന്ന ലാറ്റിൻ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നിങ്ങൾ ചിലപ്പോഴും ഓർക്കുന്നുണ്ടാകുന്ന ചിലർക്ക് അറിയാമായിരുന്നു. ഇത്രമാത്രമുള്ളത് സർവ്വനും ദൈവം. സർവ്വിയം സംഗമം ഉദ്ഘാടനം ചെയ്ത ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആത്മീയതയുടെ ആഴങ്ങളിൽ ജീവിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മരണം വരെ CLC അംഗങ്ങളായ മരിയ മക്കളോട് ആഹ്വാനം ചെയ്തു. ടോമിയോക്കിന്റെ വീട്ടില് വെച്ചുകൊടുക്കും.
അതുപോലെ തന്നെ അതുപോലെയുള്ള ഒത്തുകൂട്ടലുകൾ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം നിങ്ങൾ പ്രായമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ചെറുപ്പം തന്നെ ഈ OS ട്രോഫി അപ്പോൾ OS ഇപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പത്തിരപ്പള്ളിയിൽ കൊച്ചനായിരിക്കുന്ന സമയത്ത് മുറിച്ച അപ്പം വിശക്കുന്നവർക്ക് വിശപ്പ് മാറ്റാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ചാലക്കുടി ഫൊറോന വികാരി വെരി റവറൻഡ് ഫാദർ വർഗീസ് പാത്താടൻ സർവീയത്തിൽ പങ്കെടുക്കുന്ന CLC മക്കളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ പ്രവർത്തന മേഖലകൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ, പഴയകാല സുഹൃത്തുക്കൾ, ആർക്കൊക്കെ വിശക്കുന്നുണ്ടോ അവിടെയൊക്കെ വിശപ്പ് മാറ്റാനായിട്ട് ഈ മുറിച്ച അപ്പം വിളമ്പാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള വിശപ്പുകളാണ് ഈ സമൂഹത്തിലുള്ളതെന്ന് പിതാക്കന്മാരെ വളരെ ഭംഗിയായിട്ട് കാലഘട്ടത്തിന്റെ ചുവടുകൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമ്പോഴും ഇഗ്നേഷ്യൻ ആധ്യാത്മികതയിൽ ജീവിച്ച് സഭയുടെ പുളിമാവാകാൻ പ്രാർത്ഥനയും പഠനവും പ്രവർത്തനവും ഊർജമായി മാറട്ടെ എന്ന് മുൻ സംസ്ഥാന പ്രൊമോട്ടർ ഫാദർ ജോസ് ഇടശ്ശേരി പ്രസ്താവിച്ചു. സംസ്ഥാന CLCയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ജോസി കോണത്ത് തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ CLC പ്രസ്ഥാനമാണെന്ന് എടുത്തു പറഞ്ഞു. സെർവിയം സംഗമത്തിന്റെ കോർഡിനേറ്ററായ വിൽസൺ കല്ലൻ സഭയോടൊത്ത് പ്രാർത്ഥിക്കുകയും സഭയോടൊത്ത് ചിന്തിക്കുകയും സഭയോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന CLC ജീവിതം എപ്പോഴും പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ടാണ് വാർദ്ധക്യത്തിലും യുവത്വത്തിന്റെ ആവേശമായി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് 80 കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് സൗഹൃദം പുതുക്കുവാനുള്ള മനസ്സ് കാണിച്ചതെന്നും ഓർത്തെടുത്തു. രൂപതയുടെ രണ്ടാമത്തെ മെത്രാൻ എന്ന നിലയിൽ ഈ രൂപതയെ വളർച്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി നന്ദി പറഞ്ഞ കോട്ടപ്പുരം രൂപയിൽ നിന്നുള്ള മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജോജോ മനക്കിൽ ഇന്നും ഓരോ പ്രവർത്തനത്തിലും ഓരോ നിമിഷത്തിലും നവോന്മേഷം പകരുന്ന ഓർമ്മകളാണ് CLCയിലെന്ന് ഓർമ്മിപ്പിച്ചു. പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഫാദർ ജോസ് ഇടശ്ശേരിയും മുൻ ദേശീയ ട്രഷറർ OD വർക്കിയും മുൻ സംസ്ഥാന ഓർഗനൈസർ പ്രൊഫസർ ജോസഫ് C മറ്റവും സഭയുടെ ചാലക ശക്തിയാകാനുള്ള ഒരേ ഒരു ജീവിത രീതിയാണ് CLC എന്ന് തറപ്പിച്ചു പറഞ്ഞു. പരിശുദ്ധ മറിയത്തെ പോലെ തിടുക്കത്തിൽ സേവനം ചെയ്യാനുള്ള മനോഭാവം CLCക്കാർക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് ചർച്ചയിൽ ഉരുതിരിഞ്ഞു. ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ 80കളിലെ അനുഭവം പങ്കുവച്ച അഡ്വക്കേറ്റ് ജോസഫ് റങ്ങാശ്ശേരിയും 90കളിലെ അനുഭവത്തിലൂടെ നടന്നു നീങ്ങിയ അനിൽ PL-ഉം OS ടോമിയും CLCയെ നെഞ്ചേറ്റിയതിന്റെ സവിശേഷതകൾ വിവരിച്ചു. വിവിധ രൂപതകളിൽ നിന്ന് പങ്കെടുത്തവരിൽ ഇഗ്നേഷ്യസ് തോമസ്, റീത്ത ദാസ്, UP ജോസ്, അലക്സ് ഐക്കനാട്, ജെറാർഡ് PP, അനിൽ പാലത്തിങ്കൽ, ജോൺസൺ വാളൂർ, സണ്ണി കുണ്ടുകുളം, ബാബു മേലേടത്ത്, മോളി തോമസ്, AD ഷാജു, ബാബു ചിറ്റിലപ്പള്ളി, ആന്റണി KM, ഡാനി CK എന്നിവർ ചർച്ചകളിൽ സജീവമായി. സമാപനത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് സീന ജോസഫ് നാമാക്കിയ പ്രസ്ഥാനത്തിനോട് കൂറു പുലർത്താൻ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നാം ഒരുമിച്ചുകൂടി കേരള CLCയെ ധന്യമാക്കാൻ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. 5 മണിക്കൂർ നീണ്ട സെർവിയം സംഗമം എന്നും ഓർമ്മകളിലും ചരിത്രത്തിലും എഴുതി ചേർക്കുന്ന ഒരു ദിനമായി മാറട്ടെ എന്ന് ആശംസിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.